നമസ്കാരം. ഇന്ത്യയിൽ തീവ്രവാദ ചാരപ്രവർത്തനങ്ങൾക്കായി പാകിസ്ഥാൻ രഹസ്യാന്വേഷണ ഏജൻസിയായ ISI കുട്ടികളെ ഉപയോഗിക്കുന്നതായി റിപ്പോർട്ട്. 14-നും 17-നും ഇടയിൽ പ്രായമുള്ള 40ഓളം പേരാണ് നിലവിൽ സുരക്ഷാ സേനയുടെ നിരീക്ഷണത്തിലുള്ളത്. കഴിഞ്ഞയാഴ്ച ജമ്മു കാശ്മീരിലെ സാംബ ജില്ലയിൽ 15 വയസ്സുകാരനെ പിടികൂടിയതോടെയാണ് കൗമാരക്കാരായ ചാരന്മാരുടെ ഈ ശൃംഖല കണ്ടെത്താൻ സാധിച്ചത്. നിരീക്ഷണത്തിലുള്ള കുട്ടികളിൽ 12 പേർ പഞ്ചാബിൽ നിന്നും ഹരിയാനയിൽ നിന്നുള്ളവരും 25 പേർ ജമ്മു കാശ്മീരിൽ നിന്നുള്ളവരുമാണ്. ISI ആണ് ഇവരെ കെണിയിൽ വീഴ്ത്തിയതെന്ന് അധികൃതർ പറയുന്നുണ്ട്. സംശയാസ്പദമായ ആപ്പുകൾ ഉപയോഗിക്കാൻ പ്രേരിപ്പിച്ചാണ് പല കുട്ടികളെയും ഇത്തരത്തിൽ ചാരപ്രവർത്തനങ്ങളിലേക്ക് ആകർഷിച്ചതെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ കണ്ടെത്തി. സാംബയിൽ പിടിയിലായ 15 വയസ്സുകാരൻ പാകിസ്ഥാനിൽ നിന്നുള്ള ഏജൻസികളുമായി നിരന്തരം ബന്ധം പുലർത്തിയിരുന്നതായി രഹസ്യാന്വേഷണ വിഭാഗം അറിയിച്ചു. കുട്ടിയുടെ ഫോൺ പരിശോധിച്ച അന്വേഷണ സംഘം ഞെട്ടിക്കുന്ന വിവരങ്ങളാണ് കണ്ടെത്തിയത്. തീവ്രവാദ ഗ്രൂപ്പുകളുടെ മുന്നണി സംഘടനകളുമായും ISIയുമായും ബന്ധമുള്ള ഏജൻസികളുമായും കുട്ടിക്ക് ബന്ധമുണ്ടായിരുന്നതായി പഠാൻകോട്ടിലെ സീനിയർ സൂപ്രണ്ട് ഓഫ് പോലീസ് ദൽജിന്ദർ സിംഗ് ധില്ലൻ അറിയിച്ചു. പാകിസ്ഥാനെ അടിസ്ഥാനമാക്കിയുള്ള ഏജൻസികളാണ് കുട്ടിയെ കെണിയിൽ വീഴ്ത്തിയത്. അവരുടെ നിർദ്ദേശപ്രകാരം ഇന്ത്യൻ സൈന്യത്തിന്റെ സുപ്രധാന സ്ഥലങ്ങൾ കുട്ടി ചിത്രീകരിച്ചിട്ടുണ്ട്, ദൽജിന്ദർ സിംഗ് ധില്ലൻ വ്യക്തമാക്കി. കുട്ടിയുടെ പ്രവർത്തനങ്ങൾ തത്സമയം നിരീക്ഷിക്കുന്നതിനായി ചാരശൃംഖല ഫോൺ ക്ലോൺ ചെയ്യുകയും ചെയ്തിരുന്നു. ഇന്ത്യൻ സുരക്ഷാ പ്രതിരോധ സംവിധാനങ്ങൾ ചിത്രീകരിക്കാനും സുരക്ഷാ വാഹനങ്ങളുടെ നീക്കം സംബന്ധിച്ച വിവരങ്ങൾ കൈമാറാനും തീവ്രവാദ ഗ്രൂപ്പുകൾക്കുള്ള പ്രവർത്തനങ്ങളിൽ സഹായിക്കാനും ഈ കുട്ടികളെ ISI ഉപയോഗിക്കുന്നതായി പോലീസ് അറിയിക്കുകയും ചെയ്തു. ഡോക്ടർമാരുടെ തീവ്രവാദ ശൃംഖല പുറത്തു വന്നതിനു പിന്നാലെയാണ് കുട്ടികളെ ഉപയോഗിച്ചുള്ള ISIയുടെ ഈ പുതിയ തന്ത്രവും വെളിച്ചത്ത് വരുന്നത്. ഇന്ത്യൻ സുരക്ഷയ്ക്ക് ഭീഷണിയായി ISIയുടെ പുതിയ തന്ത്രങ്ങൾ വളർന്നു വരുന്നു എന്നതിന്റെ ഗൗരവകരമായ സൂചനയാണ് ഈ കൗമാര ചാരശൃംഖലയുടെ കണ്ടെത്തൽ. 126 രാജ്യക്കാർക്കുള്ള സൗജന്യ VPA വിസ പാകിസ്ഥാൻ താൽക്കാലികമായി നിർത്തിവെച്ചു എന്ന വാർത്തയാണ് മറ്റൊന്ന്. 2024 വേനൽക്കാലത്ത് പാകിസ്ഥാനിലേക്കുള്ള യാത്ര സുഗമമാക്കുന്നതിനായി ആരംഭിച്ച വിസ പ്രിയോർ ടു അറൈവൽ സംവിധാനമാണ് ഇത്. 126 രാജ്യങ്ങളിലെ പൗരന്മാർക്ക് വേഗത്തിൽ സൗജന്യ വിസ നേടാൻ ഇത് പ്രകാരം സാധിച്ചിരുന്നു. 2026 ജനുവരി 1 മുതലാണ് സംവിധാനം ഇല്ലാതായത്. അതിനാൽ ഇനി മുതൽ ഈ രാജ്യങ്ങളിൽ നിന്ന് പാകിസ്ഥാനിലേക്കുള്ള യാത്രക്കാർ ഉയർന്ന ഫീസ് നൽകി ഈ വിസയ്ക്ക് അപേക്ഷിക്കണം. എന്നാൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരിയിൽ ആരംഭിച്ച പാക് ID മൊബൈൽ ആപ്ലിക്കേഷനിൽ ഇതിന്റെ ഓപ്ഷനുകൾ ഇപ്പോഴും കാണാം. എന്നാൽ ഇപ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിനായി അപേക്ഷിക്കുന്നവരെ ഉചിതമായ വിസ വിഭാഗത്തിന് കീഴിൽ പാകിസ്ഥാൻ ഓൺലൈൻ വിസ സിസ്റ്റം പോർട്ടൽ വഴി അപേക്ഷ സമർപ്പിക്കാൻ നിർദ്ദേശിക്കുന്ന ഒരു സന്ദേശത്തിലേക്കാണ് റീഡയറക്ട് ചെയ്തിരിക്കുന്നത്. അതേസമയം പാകിസ്ഥാൻ ഇപ്പോഴും ഇക്കാര്യം സ്ഥിരീകരിക്കുകയോ നിഷേധിക്കുകയോ ചെയ്തിട്ടില്ല.